ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നന്മ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനും അമ്മയും കൂടി ചെറിയൊരു വീഡിയോ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ എല്ലാവരും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഓക്കെ, എല്ലാവരും എത്തിയില്ലേ? കുറച്ചാൾക്കാരൊക്കെ എത്തി. എന്തായി ഡോക്ടറെ, ഇങ്ങനത്തെ കൊടയും കൊണ്ടാണോ വരിക? ഒരു നല്ല കൊടയൊക്കെ വാങ്ങിക്കൂടെ? ഈ ഫീസും ഇതൊക്കെ വാങ്ങണതല്ലേ. ഡോക്ടറുണ്ടോ? ഒന്നുണ്ടോ? ആ ഡോക്ടർ ഉണ്ടല്ലോ, ഇവിടെ വരും. നല്ല മഴയാണല്ലോ അല്ലേ? അവിടെ ഇരിക്കും. അപ്പൊ ഒരു മകള് വീട്ടിലുണ്ടല്ലോ അല്ലേ? ഉണ്ട്. ആൾക്കെന്ത് ഭയങ്കര ബിസിയാ? എന്താ? അവൾക്ക് അവളുടെ ഭർത്താവിൻ്റെയും മക്കളുടെയൊക്കെ കാര്യങ്ങളൊക്കെ നോക്കാനും വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കാനും അച്ഛന് സുഖമില്ലാത്തല്ലേ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള തിരക്കുമ്പിലാണ് അവള്. അപ്പൊ നമുക്ക് മകളെ കൊണ്ടുവരാറുന്നില്ലേ? മകൾക്ക് വരാൻ പറ്റിയില്ല, അവൾക്ക് നല്ല ബിസിയാ. ഞാൻ ഡോക്ടറായി, എനിക്കില്ല ഇങ്ങനെ തിരക്ക്. പിന്നെന്താ, യൂട്യൂബ് ചാനല് നോക്കി നടക്കില്ലേ ഇപ്പൊ അവൾക്ക്? അതല്ലേ ഇപ്പൊ യൂട്യൂബ് ചാനൽ നോക്കിട്ട് എന്ത് കാര്യം? എന്തേലും കാര്യം ഉണ്ടാവും. എന്ത് കാര്യം? അഹങ്കാരം തന്നെ, അല്ലാതെ എന്താ? നമ്മളുടെ പിന്നാലെ വരാൻ അവൾക്ക് സമയം വേണ്ടേ? അപ്പൊ എന്തെങ്കിലും ചിലപ്പോ എന്തേലും ഒരു ദൈവം ചിലപ്പോ യൂട്യൂബ് വഴി ചാനൽ വഴി എന്തേലൊക്കെ ഒരു വരുമാനം കിട്ടിയാലോ? കിട്ടട്ടെ, അത് നമുക്ക് സന്തോഷല്ലേ. ചോദിച്ചോട്ടെ, ഇപ്പൊ കണ്ണിലത്തെ എങ്ങനെ ഉണ്ട് അമ്മ? കണ്ണില് കുഴപ്പമൊന്നുമില്ല. പിന്നെ കാലിലാണ് കുഴപ്പം. എന്തിനാ വന്നത്? കാലിന്റെ അസുഖം നോക്കാൻ വേണ്ടിയിട്ടില്ലേ, അന്ന് മരുന്ന് ഇവിടുന്ന് കൊണ്ടുപോയില്ലേ, അത് അധികം കുറവൊന്നുമില്ല. കണ്ണിലത്തെയോ? കണ്ണിലത്തെ അല്ല, കാലിലെ. അപ്പൊ അമ്മ കണ്ണ് കാണിക്കാനല്ലേ വന്നത്? കണ്ണ് കാണിക്കാനല്ല, അത് വേറെ ഡോക്ടറെ കാണിക്കണ്ടേ. ഇപ്പൊ കാലിലാണ്. അപ്പൊ കാലിന്റെ അന്ന് കുറച്ച് മരുന്നൊക്കെ തന്നുല്ലോ, അത് കഴിച്ചിട്ട് ഭേദമില്ല. അപ്പൊ രണ്ടാമത് വന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു മരുന്നുണ്ട്, അത് കഴിഞ്ഞ വർഷം ഇവിടെ മരുന്ന് മറന്നിട്ട് എല്ല് തേയ്മാനത്തിൻ്റെ. അപ്പോൾ നിങ്ങൾ തൽക്കാലം ഇത് കഴിക്കൂ കേട്ടോ. അപ്പോൾ ഇതിലത്തെ ഒരു 5-8 ഗുളിക അവർ കഴിച്ചതാണ്, ബാക്കി നിങ്ങൾ കഴിച്ചോളൂ. അവർ 2 നേരം കഴിച്ചിരുന്നു കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ 4 നേരം കഴിച്ചോളൂ. അപ്പോൾ ഇതിനെ ഒന്നിച്ചിടണ്ടേ, നിങ്ങൾ ഒന്നിച്ച് ഈ കവറൊന്നും കണ്ട, അതിൻ്റെ എഴുത്തൊക്കെ പോയിട്ടുണ്ടേ. അപ്പോൾ എഴുത്ത് പോയത് കാരണം ഈ കവറൊക്കെ ഞാൻ കളയാട്ടോ. ഇത് ഒന്നിച്ചെടുത്തേ. ഞാൻ നോക്കിയിട്ട് കണ്ണിന് കാഴ്ച കിട്ടിയില്ലേ? എന്നിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞതല്ലേ, കാഴ്ച കിട്ടിയതല്ലേ, അത് നോക്കിയെടുക്കണം. കാരണം ഇവിടെ നമ്മള് സ്റ്റാഫൊന്നുമില്ല എൻ്റെ അടുത്ത്, ശമ്പളം കൊടുക്കാനേ. നിങ്ങളെ പോലുള്ള പൈസ ഇല്ലാത്ത ആൾക്കാരാണ് വരുന്നത്, പിന്നെ എങ്ങനെ പൈസ ഉണ്ടാവുക? മകൾക്ക് കുറച്ച് അഹങ്കാരം ഉണ്ടെങ്കിലും അവള് വന്നിട്ടുണ്ട്. അഹങ്കാരം ഉണ്ടായിക്കോട്ടെ, നിങ്ങൾ എന്തിനാണ് കുറ്റം പറയണം മകളുടെ? അവള് വന്നിട്ട് ഞാൻ നോക്കിച്ചോളാം. ആയിക്കോട്ടെ, മക്കളുടെ കുറ്റം പറയാൻ പാടില്ല. ഇത് കഴിക്കുക കേട്ടോ. ഒരു 4 നേരം കഴിച്ചോളൂ, വേഗം മാറും ചെയ്യും, മരുന്ന് വേഗം കഴിയും. അമ്മ ഒരു കുപ്പി മരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിക്കണേ. ഇതാ, ഇത് കഴിച്ചോളൂ, നന്നായിട്ടൊന്ന് കുലുക്കൂ. നല്ല മണമാണ് കേട്ടോ ഇതിന്. ഇത് 5-6 മാസം മുന്നേ ഒരു അമ്മമ്മ മറന്നു വെച്ച് പോയതാണ്. ഇത് പൊട്ടിച്ചിട്ടില്ല. ഇത് നല്ല മരുന്നാണ്. ഡേറ്റ് കഴിഞ്ഞു എന്നറിയില്ല, 1 മാസം മുന്നേ വ്യത്യാസമുള്ള, അതൊന്നും കുഴപ്പമില്ല കേട്ടോ. കണ്ണിന് കാഴ്ച കുറവില്ലല്ലോ? കുഴപ്പമില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല. മണത്തിന് കുഴപ്പമുണ്ടോ നിങ്ങൾക്ക്? ഇല്ല.
അപ്പം ഞാൻ ഇനി മരുന്ന് കൂടുതലൊന്നും എഴുതണില്ല കേട്ടോ, കാരണം അമ്മയ്ക്ക് പൈസ ഇല്ലല്ലോ, അതുകൊണ്ട്. ഡോക്ടറെ ഇത് തൈലല്ലത്, ഇത് ടോണിക്കാ പറഞ്ഞിട്ടാ തരുന്നത്. എന്തെന്നെ കൊല്ലാനാ? അയ്യോ സോറി അമ്മ. അയ്യോ ഇത് ഇതെന്താണ്? തൈലല്ലേ ഇത്? തൈലാണോ? ആ, ടോണിക്ക പറഞ്ഞത് നിന്നെ കുടിപ്പിക്കാനാ? അല്ല അമ്മേ. അയ്യോ നിങ്ങളെ കൊണ്ട് വലഞ്ഞല്ലോ ഞാന്. അയ്യോ എൻ്റെ പൊന്നമ്മേ, ഇതില്ലേ, ഇത് ടോണിക് എന്ന് പറഞ്ഞാൽ തൈലെന്നാണ് ഞങ്ങൾ പറയാ ഡോക്ടർമാര്. അപ്പൊ നിങ്ങൾ കാലുമ്പോ പരത്താൻ വേണ്ടിയിട്ടാണ് ഇത്, മനസ്സിലായോ? ഞാൻ 10ാം ക്ലാസ് തുല്യത എഴുതിയിട്ട് പാസ്സായത് വെറുതെ അല്ല, മനസ്സിലായോ? അതിന്റെ ചെറിയ പോരായ്മകൾ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഉണ്ടോ? എന്നാലേ നല്ല ഡോക്ടറുടെ ഭാഗം പഠിച്ചിട്ട് വന്നിട്ട് എന്നെ നോക്കിയാൽ മതി. തുല്യതയിലുണ്ട്, എടുത്തിട്ടുണ്ട്, സയൻസ് എടുത്തിട്ടുണ്ട് അമ്മ. ഞാൻ തുല്യത 9 മാസം ഞാൻ പരീക്ഷ എഴുതി പാസ്സായിട്ട് അടുത്ത് ഞാൻ ഇതാണ് ഡോക്ടർ ഭാഗമാണ് ഞാൻ പഠിച്ചത്. നിങ്ങൾക്ക് എന്നെ കണ്ടാ തോന്നണില്ലേ? തോന്നും ഇല്ലേ? 50,000 രൂപ സാരിയാണ് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വാങ്ങി തന്നിരിക്കുന്നത്. കണ്ടോ എങ്ങനെയുണ്ട്? ഒരു ഫ്രണ്ടില് മാത്രല്ല ഇവിടെ വർക്ക്, കണ്ടോ? 2 സൈഡും കണ്ടോ വർക്ക്, കണ്ടില്ലേ? 9 മാസം എന്താ പഠിച്ചതിന്റെ വിവരങ്ങളാണ് ഇപ്പോ. അതെ, ടോണിക്ക് പറഞ്ഞിട്ട് തൈലം തരുന്നത്. എൻ്റെ പൊന്നമ്മ കേട്ടോ, ഞങ്ങള് തുല്യതയിൽ പഠിച്ചിരിക്കുന്നത് ഇതാണ്. ടോണിക് എന്ന് പറഞ്ഞാല് തൈലാണ്, അറിയോ? ഞാന് ഇനി ഇത് നിങ്ങള് ഈ പേജ് കണ്ടോ? അത് വെച്ചോ അടുത്ത അവസാനം. അതേന്ന് പറഞ്ഞു. അമ്മ ഇനി നിങ്ങൾ മരുന്നൊക്കെ കഴിക്കുക. എന്നിട്ട് നിങ്ങൾ പോയിട്ട് ഈ മരുന്ന് കണ്ടോ, കാണാണ്ടോ? കാണാണ്ട്. എന്താ എഴുതിയിരിക്കണത്? കണ്ണ് കാണാല്ല? നേരെ നോക്കൂ. എൻ്റെ നന്മ ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇത് നിങ്ങൾ അടുത്തുള്ള വീട്ടിലേക്ക് എല്ലാവർക്കും കൊടുക്കണം കേട്ടോ. ശരി, ഓക്കെ. ഇതൊക്കെ പിടിച്ചു. അമ്മേന് പെട്ടെന്ന് മനസ്സിലായില്ല. അയ്യോ സോറി, അമ്മേന് പെട്ടെന്ന് മനസ്സിലായില്ല കേട്ടോ. എന്താ അറിയോ, മുണ്ടും ജാക്കറ്റൊക്കെ ഇട്ടപ്പോഴേ മനസ്സിലായില്ല. ശരി. ആ ശരി, കഴിച്ചോക്കട്ടെ, കഴിച്ചു നോക്കൂ കേട്ടോ. മാറട്ടെ. 2 മാസം കഴിഞ്ഞ് വരണേ. ഓക്കെ.